السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഈ മഹത്തായ കുടുംബ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ ശബ്ദം കേൾക്കുന്ന നാട്ടുകാരെ, ഒരുപാട് കുടുംബങ്ങൾ ചേർന്ന് ഒരൊറ്റ വലിയ കുടുംബമായി സമ്മേളിച്ചിരിക്കുന്ന ഈ ഒരു കുടുംബ മഹാസംഗമത്തിൽ വിശ്വാസവിശുദ്ധി, സംതൃപ്ത കുടുംബം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം ആമുഖമായി തന്നെ പറയാം, ലളിതമാണ്. വിശ്വാസവിശുദ്ധിയിലൂടെയല്ലാതെ സംതൃപ്തമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമല്ല. സംതൃപ്തമായ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അത് ഈ ലോകത്ത് മാത്രം ഒതുങ്ങുന്നതുമല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ. മറിച്ച് അതിനപ്പുറത്തേക്ക് മരണാനന്തര ജീവിതത്തിലും സന്തോഷത്തോടുകൂടി ഉമ്മയും ഉപ്പയും മക്കളും കുടുംബങ്ങളും സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളിൽ ഒരുമിച്ച് കൂടണം. അങ്ങനെ സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളിൽ ഒരുമിച്ചുകൂടാൻ വിശ്വാസവിശുദ്ധിയോടുകൂടി ജീവിച്ച കുടുംബങ്ങൾക്കേ സാധ്യമാകൂ എന്ന മഹനീയമായ സന്ദേശമാണ് ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്നത്. ഇല്ല എങ്കിൽ എത്ര മഹത്വമുള്ളവരുടെ കുടുംബക്കാരാണെങ്കിലും ശരി, അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ലോകത്ത് കടന്നു വന്ന ഒന്നാമത്തെ റസൂലായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ നൂഹ് നബിയുടെ കൂടെ സ്വർഗത്തിലുണ്ടാവുകയില്ല. ഒന്നാമത്തെ റസൂലാണ്. പക്ഷേ പ്രിയപ്പെട്ട മകൻ തൻ്റെ കൂടെ ഇല്ല. എന്തുകൊണ്ട്? പിതാവിൻ്റെ വിശ്വാസം, തൗഹീദ് സ്വീകരിക്കുന്ന മകനായിരുന്നില്ല. അതേ പ്രവാചകൻ്റെ ഭാര്യയും അങ്ങനെ തന്നെ. ആ പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിലില്ല. എന്തുകൊണ്ട്? ആ പ്രവാചകൻ്റെ വിശ്വാസത്തെ ആ ഭാര്യ സ്വീകരിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വമാണ്, റസൂലാണ്, ഖലീലാണ്. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവ്, യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ എന്ന് വിളിച്ച, സ്നേഹത്തോടുകൂടി വിളിക്കപ്പെട്ട ആ പിതാവ് ഇബ്രാഹിം നബിയുടെ കൂടെ സ്വർഗത്തിലുണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ യഥാർത്ഥ വിശ്വാസം, ശരിയായ വിശ്വാസം, ശരിയായ തൗഹീദ് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് കുടുംബങ്ങൾക്ക് ഒന്നു ചേരാൻ സാധിക്കുന്നത്. അത് ഈ ലോകത്താണെങ്കിലും നാളെ പരലോകത്താണെങ്കിലും. അതുകൊണ്ട് തന്നെ സംതൃപ്തമായ ഒരു അവസ്ഥ നമുക്ക് വേണമോ? ഈ ലോകത്തും പരലോകത്തും നമ്മുടെ വിശ്വാസത്തെ ശരിയാക്കണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. റഹ്മാനായ റബ്ബ് പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ ألحقنا بهم ذريتهم وما
أَلَتْنَاهُمْ مِنْ عَمَلِهِمْ مِنْ شَيْءٍ كُلُّ امْرِئٍ بِمَا كَسَبَ رَهِينٌ വല്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ചവർ, ഈമാനുള്ളവർ. പരിശുദ്ധ ഖുർആൻ സത്യവിശ്വാസം സ്വീകരിച്ചവർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചവർക്കാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിച്ചവർക്കല്ല, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കുമല്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറെ ഒരു ആരാധ്യനില്ല എന്ന് പറയുന്ന ആളുകൾക്കാണ് ഈമാനുള്ളവർ എന്ന് ഖുർആൻ പറയുന്നത്. അങ്ങനെ വല്ലദീന ആമനു, ആരാണോ അള്ളാഹുവിന് പുറമെ ഒരു ആരാധ്യനെയും സ്വീകരിക്കാത്തവർ, അവർ മാത്രമല്ല അങ്ങനെയുള്ള ഒരു ഉമ്മ, അങ്ങനെയുള്ള ഒരു ഉപ്പ, വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാനിൻ, അതേ വിശ്വാസത്തിൽ, അതേ അഖീദയിൽ, ആ മാതാപിതാക്കളുടെ അതേ ആദർശത്തിലാണ് മക്കളെങ്കിൽ, ശ്രദ്ധിക്കുക, വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ, ഈമാൻ കൊണ്ട് ഫോളോ ചെയ്യണം, സത്യവിശ്വാസം കൊണ്ട് ഫോളോ ചെയ്യണം, തൗഹീദ് കൊണ്ട് ഫോളോ ചെയ്യണം. സൗന്ദര്യം കൊണ്ടല്ല, ഉപ്പയുടെ ബാഹ്യമായ രൂപമല്ല, ഉമ്മയുടെ അതേ പ്രകൃതമല്ല, അവരുടെ ഏതെങ്കിലും സ്വഭാവമല്ല, അവരുടെ വീടല്ല, തറവാടല്ല, സ്വത്തല്ല. പിന്നെ എന്താണ് ഫോളോ ചെയ്യേണ്ടത്? ഈമാൻ കൊണ്ട് ഫോളോ ചെയ്യണം. അഥവാ ഉമ്മയും ഉപ്പയും മക്കളും ഒരേ ആദർശമുള്ളവർ. അങ്ങനെയാണെങ്കിൽ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ, നിങ്ങളുടെ അമലിൽ നിന്ന് അല്ലാഹു ഒന്നും കുറച്ചു കളയുകയില്ല. മാതാപിതാക്കൾ ഒരു പക്ഷേ ഉയർന്ന ദറജയിലായിരിക്കാം, മക്കൾ അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിലും, ഭർത്താവ് ഉയർന്ന ദറജയിലായിരിക്കാം, ഭാര്യ അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിലും, ഭാര്യ ഉയർന്ന ദറജയിലായിരിക്കാം, ഭർത്താവ് അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിലും സ്വർഗ്ഗലോകത്ത് അല്ലാഹു അവരെ ഒരുമിച്ച് കൂട്ടും. പക്ഷേ കണ്ടീഷൻ ഒന്നാണ്, വല്ലദീന ആമനു, മാതാപിതാക്കൾ തൗഹീദുള്ളവരായിരിക്കണം, മക്കളോ വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ, മക്കൾക്കും ഇണകൾക്കും തൗഹീദ് ഉണ്ടാവണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കല്യാണം കഴിക്കുമ്പോൾ പോലും പറഞ്ഞത്, വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിൻ വല അമതുൻ മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രികത്തിൻ വലൗ അഅജബത്കും വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനു വല അബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രികിൻ വലൗ അഅജബകും ഉലൈക യദ്ഊന ഇലൻ നാർ വല്ലാഹു യദ്ഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പുരുഷന്മാരോട് പറയുകയാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, നിങ്ങളുടെ ഇണകളായി അവർ വരരുത്. നിങ്ങൾ തൗഹീദുള്ളവരാണെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർ നിങ്ങളുടെ ഇണകളാവരുത്. അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ഒരു അടിമ സ്ത്രീയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരെക്കാൾ നിങ്ങൾക്ക് ഖൈറ്. അതേപോലെ തന്നെ പിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പെൺകുട്ടികൾ മുവഹിദുകളാണെങ്കിൽ, തൗഹീദുള്ളവരാണെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത്. പ്രശ്നമെന്താണ്? ആത്യന്തികമായ പ്രശ്നമാണ്. ദുനിയാവിലെ ഏതെങ്കിലും ഒരു വിഷയമല്ല അള്ളാഹു പറയുന്നത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു പറയുന്നു, ഇണകളായി എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു പറയുന്നു, ഇണകളെ സ്വീകരിക്കുമ്പോൾ ആദർശ ശുദ്ധി നിങ്ങൾ പരിശോധിച്ചിട്ടില്ലെങ്കിൽ ഉലൈക യദ്ഊന ഇലൻ നാർ, അവർ നിങ്ങളെ നരകത്തിലേക്കാണ് കൊണ്ടുപോവുക. നിങ്ങളുടെ ആദർശത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിച്ച് നരകാഗ്നിയിൽ കിടന്നെരിയുന്ന ഒരവസ്ഥയിലേക്ക് അത് നിങ്ങളെ കൊണ്ടുപോകും. അതുകൊണ്ട് ഇണകളെ സ്വീകരിക്കുന്നിടത്ത് പോലും നിങ്ങൾ ആദർശബോധത്തെ ശ്രദ്ധിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 221 ആയത്തിലൂടെ പറയുന്നത് നാളെ പരലോകത്തും നമുക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വആദിർ അശീറതകൽ അഖറബീൻ, മുഹമ്മദ് നബിയേ,
താങ്കളോട് കുടുംബ ബന്ധമുള്ള ഏറ്റവും അടുത്ത ആളുകൾക്ക് താക്കീത് നൽകുക, കുടുംബക്കാർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുക, കുടുംബക്കാർക്ക് വിശ്വാസ ശുദ്ധിയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ താങ്കൾക്കും കുടുംബത്തിനും നല്ല ഒരവസ്ഥ ഉണ്ടാകാൻ താങ്കൾ താങ്കളുടെ ഏറ്റവും അടുത്ത കുടുംബത്തോട് വിശ്വാസ ശുദ്ധിയെ സംബന്ധിച്ച് സംസാരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് നന്മ നിറഞ്ഞ ഒരു ജീവിതം നാളെ പരലോകത്തും കുടുംബത്തിന്റെ കൂടെ ജീവിക്കണോ? നമ്മളുടെ ഈമാൻ ശരിയാക്കണം, നമ്മളുടെ വിശ്വാസം ശരിയാക്കണം. സൂറത്തുൽ അൻആമിലെ 82-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ശ്രദ്ധിക്കുക, വിശ്വസിക്കുകയും, എന്നാൽ ആ വിശ്വാസം മാത്രം മതിയോ? പോരാ. വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ഒരിക്കലും ളുൽമ് വരാൻ പാടില്ല, അഥവാ ശിർക്ക് വരാൻ പാടില്ല. ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് സമാധാനമുള്ളത്, അവർക്കാണ് ശാന്തിയുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ. നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നതും അവർ തന്നെയായിരിക്കും. അതുകൊണ്ട് വിശ്വാസത്തിൽ കലർപ്പില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം, ശിർക്കില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഉദാഹരണം പറയാം. അബൂജഹൽ ഖബറിൽ കിടക്കുമ്പോൾ 2 മലക്കുകൾ അബൂജഹലിനോട് ചോദിക്കും, മറ്റേതൊരാളോടും ചോദിക്കുന്നത് പോലെ. എന്താ ചോദിക്കുന്നത്? മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? മക്കാ മുശ്രിക്കുകൾക്ക് നേതൃത്വം നൽകിയ പ്രവാചകന്റെ ശത്രുവായ അബൂജഹൽ, ആ അബൂജഹൽ ഖബറിൽ കിടക്കുമ്പോൾ മലക്കുകൾ ചോദിക്കും, നിന്റെ റബ്ബ് ആരാണ്? മൻ റബ്ബുക. അബൂജഹലിന് പറയാൻ കഴിയില്ല അത് അല്ലാഹുവാണ് എന്ന്. ശ്രദ്ധിക്കുക, അബൂജഹലിന് എൻ്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാൻ കഴിയില്ല ഖബറിൽ വെച്ച്. എന്നാൽ അതേ അബൂജഹലിനോട് ഭൂമിയിൽ വെച്ച് ചോദിച്ചാലോ? ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു السمع والابصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الامر فسيقولون الله. ആരാണ് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്? ജീവനുള്ളതിൽ നിന്ന് ഇല്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും കൊണ്ടുവരുന്ന സ്രഷ്ടാവ് ആരാണ്? വമൻ യുദബ്ബിറുൽ അംറ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? കേൾവിയെയും, അമ്മൻ യംലികു السمع والابصار, കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തുന്നത്, നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, അത് അല്ലാഹുവാണെന്ന് പറയുന്ന അബൂജഹലിന് പക്ഷേ ഖബറിൽ വെച്ച് നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവാണെന്ന് പറയാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ? അവിടെയാണ് വിശ്വാസ വിശുദ്ധിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു ഉണ്ട്, അല്ലാഹുവാണ് സ്രഷ്ടാവ്, അല്ലാഹുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നത്, അല്ലാഹുവാണ് മരിപ്പിക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ പോലും ഒരാളുടെ ഈമാൻ ശരിയാവുകയില്ല, അവർക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല. പിന്നെ എന്തു വേണം? ആ അല്ലാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കണം. കാരണം റഹ്മാനായ റബ്ബിന് പങ്കുകാരില്ല. റഹ്മാനായ റബ്ബ് ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആരും ലോകത്തില്ല. അല്ലാഹു പ്രാർത്ഥന കേൾക്കുന്നത് പോലെ പ്രാർത്ഥന കേൾക്കുന്ന ആരും ലോകത്തില്ല. അല്ലാഹു കേൾക്കുന്നത് പോലെ, അല്ലാഹു കാണുന്നത് പോലെ, അല്ലാഹു ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യാൻ സൃഷ്ടികളിൽ ഒരാൾക്കും സാധ്യമല്ല. അതിനുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും കൊടുത്തിട്ടില്ല. എന്നാൽ അല്ലാഹുവിന്റെ അടിമകളിൽ തന്നെ ചിലരുണ്ട്, അവർ അല്ലാഹുവിന്റെ പങ്കാളികളാണ്. അവർക്ക് അല്ലാഹു പല കഴിവുകളും കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ കൊടുക്കപ്പെട്ടതിനാൽ അതിൽ നിന്ന് നമുക്ക് ചോദിക്കാമെന്ന് വിശ്വസിച്ചാൽ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അബൂജഹലിന് ഉത്തരം നൽകാൻ സാധിക്കാതെ പോയത്. ഇക്കാര്യം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നുണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാനൽ മുശ്രികൂന യഖൂലൂന ലബ്ബൈക ലാ ശരീക ലക്. മുശ്രിക്കുകൾ, പ്രവാചകന്റെ കാലഘട്ടത്തിലെ ബഹുദൈവാരാധകർ, അവർ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ പറയും, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. എന്താണ് പറയുന്നത്? ലബ്ബൈക എന്ന് പറയുന്ന ആ മുഖാത്തബ് അല്ലാഹുവാണ്. അല്ലാഹുവേ നീ ഹജ്ജിന് വിളിച്ചതിനാൽ ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലാ ശരീക ലക്,
അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല. എന്നാൽ ഇല്ലാ ശരീകൻ ഹുവ ലക, ചില പങ്കുകാരുണ്ട്, ആ പങ്കുകാർ നിനക്കുള്ളതാണ്, നിന്റേതാണ് റബ്ബേ. തംലികുഹു, അവരെ നിയന്ത്രിക്കുന്നത് നീയാണ്. വമാ മലക്, അവർക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അതെല്ലാം നീ കൊടുത്തതാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവേ ചില പങ്കുകാരുണ്ട്, അവർ നിന്നെപ്പോലെ തന്നെയുള്ള റബ്ബാണ്, അവർ നിന്നെപ്പോലെ തന്നെ പ്രപഞ്ചത്തിൽ പലതും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നല്ല അവർ പറഞ്ഞത്. മറിച്ച് അവർ പറഞ്ഞത് അല്ലാഹുവേ ചില പങ്കുകാരുണ്ട്, ആ പങ്കുകാർ നിന്റെ സൃഷ്ടികളാണ്, നിന്റെ അടിമകളാണ്, അവരുടെ ഉടമ നീയാണ്, നീ അവർക്ക് പലതും കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്തതേ അവരുടെ കൈകളിലുള്ളൂ എന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയാണോ നിങ്ങളുടെ വിശ്വാസം? എന്നാൽ തരക്കേടില്ല, പറഞ്ഞോളൂ. അള്ളാഹു കൊടുത്തത് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അവരുടെ കഴിവുകളൊക്കെ അള്ളാഹു കൊടുത്തതാണെന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ലബ്ബൈക ലാ ശരീക ലക്, അള്ളാഹുവേ നിനക്ക് പങ്കുകാരില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, വൈലക്കും, നിങ്ങൾക്ക് നാശം, ഖദ് മതി മതി, ഇനി അതിനപ്പുറത്തേക്കുള്ളത് നിങ്ങൾ പറയല്ലേ. അതിന് പ്രമാണമില്ല, അതിന് ഹുജ്ജത്തില്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണം അവതരിപ്പിക്കാത്ത കാര്യമാണ്. അല്ലാഹു കൊടുത്ത, അല്ലാഹുവിന്റെ കീഴിലുള്ള ചില അടിമകളുണ്ട്, ആ അടിമകൾ സഹായിക്കും, അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാം, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാം, ഇബാദത്തിന്റെ അംശങ്ങൾ അവർക്ക് നൽകാമെന്നുള്ള നിങ്ങളുടെ ആ ധാരണ തെറ്റാണ്. അങ്ങനെ ഒരു സംവിധാനം അല്ലാഹു ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന ആളുകളില്ല എന്ന് വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മനസ്സിലാക്കി തരുന്നു. അപ്പോഴാണ് ചില ആളുകൾ പറയുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് ചില വലിയകളാണ്, ചില ഔലിയാക്കളാണ്, അവർക്ക് ഒരു ലോകമല്ല ഒരുപാട് ലോകങ്ങളുടെ നിയന്ത്രണം അവർക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അവരെ വിളിച്ചോളൂ, ഏത് പ്രതിസന്ധികളിലും അവരോട് പ്രാർത്ഥിച്ചോളൂ എന്നുള്ള യാതൊരു നിലക്കും പ്രമാണത്തിൽ സ്ഥിരപ്പെടാത്ത ഇസ്ലാമിക വിരുദ്ധമായ, തൗഹീദിന് വിരുദ്ധമായ, ഈ ആദർശത്തിന് വിരുദ്ധമായ ആശയം അവർ പ്രചരിപ്പിക്കുകയാണ്. അത്തരം ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം പോകട്ടെ കൂട്ടരെ, വല്ലദീന തദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോടാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താത്ത ആളുകളെ കുറിച്ചാണോ നിങ്ങൾ മുദബ്ബിറുൽ ആലമകൾ എന്ന് പറയുന്നത്? സ്വന്തം ശരീരത്തിലെ മുടി നരയ്ക്കുന്നത് തടയാൻ പറ്റാത്ത, സ്വന്തം ശരീരത്തിലെ തൊലി ചുളിയുന്നത് തടയാൻ പറ്റാത്ത, തൻ്റെ ജീവിതത്തിൽ നിന്ന് ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് തടയാൻ പറ്റാത്ത, രോഗം തടയാൻ പറ്റാത്ത, വാർദ്ധക്യം തടയാൻ പറ്റാത്ത, മരണത്തെ തടയാൻ പറ്റാത്ത ദുർബലരായ സൃഷ്ടികളെ, ദുർബലരായ മനുഷ്യരെ അവർ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവരാണെന്ന് നിങ്ങൾ പറയുന്നുവോ? അല്ലാഹു പറയുകയാണ്, വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവരുടെ കൈകളിലില്ല. അതുകൊണ്ട് ഇൻ തദഊം ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്തിട്ട് കാര്യമില്ല, അവരത് കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി കേട്ടു എന്ന് വാദിച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതുമല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്യുന്ന ആ അല്ലാഹുവിൽ പങ്കുചേർക്കലിനെ അവർ നിഷേധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ വിളിച്ചിട്ട് കേൾക്കാതിരുന്നത്? ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഇല്ലാഞ്ഞിട്ട്? ഇനി അതല്ല, ലോകത്തിലെ ജനങ്ങളുടെ രോഗം മാറ്റുവാൻ, ലോകത്തിലെ ജനങ്ങളൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ ഏതെങ്കിലും നബിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ, ഏതെങ്കിലും മലക്കിന് സാധിക്കുമായിരുന്നെങ്കിൽ, ഏതെങ്കിലും ജിന്നിന് സാധിക്കുമായിരുന്നെങ്കിൽ, ഏതെങ്കിലും വലിയന് സാധിക്കുമായിരുന്നെങ്കിൽ, ഏതെങ്കിലും തങ്ങന്മാർക്ക് സാധിക്കുമായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അത് നമ്മളെ പഠിപ്പിക്കില്ലേ? ഇങ്ങനെ ഒരു സംവിധാനം ലോകത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് പറഞ്ഞു തരേണ്ടത് ആരാണ്? നമ്മുടെ ഗവേഷണത്തിലാണോ അതുള്ളത്? ഈ പ്രപഞ്ചത്തിൽ മുദബ്ബിറുൽ ആലമുകളായ ആളുകളുണ്ട്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അങ്ങനെയുള്ള റിജാലുൽ ഗൈബുകളായ ആളുകളുണ്ട്. അവർക്ക് ഇതൊക്കെ സാധിക്കുമെന്നുള്ളത് ഗൈബിയായ ഒരു കാര്യമല്ലേ, മറഞ്ഞ ഒരു കാര്യമല്ലേ? അതുണ്ട് എന്ന് സ്ഥാപിക്കപ്പെടണമെങ്കിൽ അള്ളാഹു പറയേണ്ടതില്ലേ? പരിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഇതാ ഇന്നാലിന്ന മഹത്തുക്കൾക്ക്, ഇന്നാലിന്ന
വലിയന്, ഇന്ന തങ്ങൾക്ക് ഇങ്ങനെയുള്ള കഴിവുകളുണ്ട്, അതുകൊണ്ട് അവരോട് ചോദിച്ചോളൂ എന്നുള്ള ഒരു അരവാക്ക് പോലും പരിശുദ്ധ ഖുർആനിൽ എവിടെയും കാണുക സാധ്യമല്ല. അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശലോകത്തുകൂടി പറക്കുന്ന ഒരു പക്ഷിയെ സംബന്ധിച്ചുള്ള വിവരം പോലും ഞങ്ങൾക്ക് പറഞ്ഞു തരാതെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടില്ല എന്ന് സ്വഹാബത്ത് സാക്ഷ്യം വഹിക്കുന്നു. ആ പ്രവാചകൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അഷ്റഫുൽ ഖൽഖായ നബിയേക്കാൾ വലിയ ആരുമില്ലല്ലോ. ആ പ്രവാചകൻ അള്ളാഹു എന്നെ മുദബ്ബിറുൽ ആലം ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വർത്തമാനം, സ്വഹീഹായത് പോകട്ടെ ദഈഫായത് പോകട്ടെ മൗദൂആയ ഹദീസുകളിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞതായി കാണുക സാധ്യമല്ല. നിങ്ങൾക്ക് രോഗമുണ്ടായാൽ, പ്രശ്നമുണ്ടായാൽ അള്ളാഹുവിനെയും വിളിച്ചോളൂ, എന്നെയും വിളിച്ചോളൂ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് ഒരിക്കൽ പോലും ആ പ്രവാചകൻ പറഞ്ഞിട്ടില്ല, സ്വഹാബികൾ പറഞ്ഞിട്ടില്ല, ലോകത്ത് കടന്നു വന്ന ഒരു റസൂലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നുണ്ടായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ അമ്പിയാക്കളും ആ സമൂഹവും തമ്മിൽ ഒരു തർക്കത്തിൻ്റെ വിഷയമില്ലല്ലോ. എന്തായിരുന്നു തർക്കം? പ്രവാചകന്മാർ വരുന്ന കാലഘട്ടത്തിലുള്ള ജനങ്ങളൊക്കെ അവർ അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നു. അവരോട് അതൊന്നും പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നബി അത് പറയണ്ടേ? നൂഹ് നബി വന്നിട്ട് പറയുകയാണ്, വദ്ദിനെയും സുവാഇനെയും യഗൂസിനെയും യൗഖിനെയും നസ്റിനെയും നിങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം, പക്ഷെ നിങ്ങൾ ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. മുഅ്ജിസത്തിൽ നിന്ന് അല്ലെങ്കിൽ കറാമത്തിൽ നിന്ന് സഹായിക്കും എന്നുള്ള നിലക്കോ, അല്ലെങ്കിൽ മഹാന്മാരായതുകൊണ്ട് മുദബ്ബിറുൽ ആലമുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാം എന്നുള്ള നിലക്കോ നിങ്ങൾ അവരെ വിളിച്ചോളൂ എന്ന് പറഞ്ഞാൽ നൂഹ് നബിയും സമൂഹവും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കും. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും സമൂഹവും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും സമൂഹവും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കും. സകല പ്രവാചകന്മാർക്കും അവരുടെ സമൂഹവുമായി രമ്യതയിലെത്താൻ സാധിക്കുമായിരുന്നു ഇങ്ങനെ ഒരു വാദമുണ്ടായിരുന്നെങ്കിൽ. എന്നാൽ അങ്ങനെ ഒരു വാദം പ്രവാചകന്മാർക്ക് പരിചയമില്ല, വേദഗ്രന്ഥങ്ങളിൽ എവിടെയുമില്ല, സ്വഹാബികൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല. ചില തൽപര കക്ഷികൾ ഈ മതത്തെയും ആദർശത്തെയും തകർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച പൊള്ളവാദമല്ലാതെ യാതൊരു പ്രമാണവും അതിന് കണ്ടെത്തുക സാധ്യമല്ല. അങ്ങനെ വാദിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു സൃഷ്ടികൾക്ക് അങ്ങനെ വല്ല കഴിവും കൊടുക്കുമെന്ന് ധരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്കൊരു ഉപമ. ضرب لكم مثلا من أنفسكم هل لكم مما ملكت أيمانكم من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم. ഇതാ മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഉപമ. ഏതെങ്കിലും ഒരു മുതലാളി തൻ്റെ സ്വത്തിൽ തൻ്റെ അടിമയെ പങ്കാളിയാക്കുമോ? മക്കയിലെ ബഹുദൈവാരാധകർ ഒന്നടങ്കം പറയും സാധ്യമല്ലതെന്ന്. കാരണം ഉടമ വേറെ, അടിമ വേറെ. അടിമ ഉടമയുടെ സ്ഥാനത്തേക്ക് ഉയരുക, മുതലാളി അടിമകൾക്ക് മുതലാളിയുടേതായ കാര്യങ്ങളിൽ പങ്കാളിത്തം നൽകുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഖതാദ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, അകാന അഹദുക്കും മുശാരികൻ മംലൂകഹു ഫീ ഫിറാശിഹി വസൗജതി. ഏതെങ്കിലും ഒരു മുതലാളി തൻ്റെ കിടപ്പറയിൽ തൻ്റെ അടിമയെ കൂടി പങ്കാളിയാക്കുമോ? തൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ തൻ്റെ ഭാര്യയും താനും കിടക്കുന്ന വിരിപ്പിൽ ഒരടിമയെ കൂടി കൊണ്ടുവരുമോ? പക്വതയുള്ള, പാകതയുള്ള, വിവേകമുള്ള, തൻ്റെടമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ കിടപ്പറയിലേക്ക് തൻ്റെ അടിമയെ കൊണ്ടുവരുമോ? നിങ്ങളത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ഫകദാലികുമുല്ലാഹ്, അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യർദാ അൻ യഅദില ബിഹി അഹദും മിൻ ഖൽഖിഹി. സൃഷ്ടികളിൽ ഒരാളും അല്ലാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് അല്ലാഹു തൃപ്തിപ്പെടുകയില്ല. എന്നിരിക്കെ അല്ലാഹു കാണുന്നത് പോലെ കാണുമെന്ന് പറയുന്നത് കളവാണ്. അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുമെന്ന് പറയുന്നത് കളവാണ്. അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് പോലെ സൃഷ്ടികൾക്ക് സാധിക്കുമെന്നത് കളവാണ്. സൃഷ്ടികളിൽ ചിലർ മുദബ്ബിറുൽ ആലിമുകളാണെന്ന് പറയുന്നത് കളവാണ്. ഖുർആനിലില്ലാത്ത, ഇസ്ലാമിലില്ലാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത ശുദ്ധ അസംബന്ധമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിശ്വാസവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഷിർക്കിൻ്റെ നേരിയ അംശങ്ങൾ പോലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബർ.
ഖബർ കെട്ടിപ്പൊന്തിക്കുന്നത്, അതിന് കുമ്മായമിടുന്നത് പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. വഅൻ യുഖാദ അലൈഹി വഅൻ യുബ്ന അലൈഹി, ഖബറിന്റെ മേലെ ഇരിക്കരുത്, ഖബറിന്റെ മേലെ ഒന്നും കെട്ടി ഉയർത്താൻ പാടില്ല, ജാറമോ കുബ്ബയോ ഒന്നും കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണത്? മഹാന്മാരെ മഹത്വവൽക്കരിച്ച് അവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഇസ്ലാം അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്ത് പറഞ്ഞാൽ പോലും അവന് ശിർക്ക് ചെയ്തെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅന മൻ ദബഹ മൽഊനുൻ മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തിയവൻ ശപിക്കപ്പെട്ടവനാണ്. അത് വലിയിന്റെ പേരിലാണെങ്കിലും ശരി, നബിമാരുടെ പേരിലാണെങ്കിലും ശരി. വളരെ കൃത്യമായി തൗഹീദിന്റെ എല്ലാ ഭാഗങ്ങളും പഠിപ്പിക്കുകയും ശിർക്ക് കടന്നു വരുന്ന വഴികളെല്ലാം അടച്ചു കളയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വശത്തിലൂടെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ കുടുംബത്തിൽ ശിർക്ക് വരാൻ പാടില്ല. നമ്മുടെ വിശ്വാസം വിശുദ്ധമായ രൂപത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല, നമുക്ക് നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ മക്കൾ എല്ലാ അർത്ഥത്തിലും നല്ലവരായി തീരണമെങ്കിൽ, നിരീശ്വരവാദത്തിൽ നിന്ന് അവർ രക്ഷപ്പെടണമെങ്കിൽ, അതേപോലെയുള്ള സകലമാന തിന്മകളിൽ നിന്നും അവർ രക്ഷപ്പെടണമെങ്കിൽ, ബഹുദൈവാരാധനയിൽ നിന്ന് അവർ രക്ഷപ്പെടണമെങ്കിൽ, വ്യഭിചാരത്തിൽ നിന്നും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിൽ നിന്നും മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുന്നതിൽ നിന്നും തുടങ്ങി എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളിൽ നിന്നെല്ലാം സമൂഹം രക്ഷപ്പെടണമെങ്കിൽ അവർക്ക് തൗഹീദ് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്നാണ്. വിശ്വാസ വിശുദ്ധിയുണ്ടോ, ഭദ്രമായിരിക്കും നിങ്ങളുടെ കുടുംബം. ഒരാൾക്കും ആ കുടുംബത്തെ തകർക്കുക സാധ്യമല്ല. ഇത് സൂറത്തു ഇബ്രാഹീമിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം തറ കൈഫ ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. الله سبحانه وتعالى പറയുന്നു, വലം തറ, നബിയെ താങ്കൾ കണ്ടില്ലേ, കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ, ഒരു നല്ല ത്വയ്യിബത്തായ ഒരു കലിമത്ത് പറഞ്ഞു തരാം, അതിൻ്റെ ഒരു ഉപമയും പറഞ്ഞു തരാം. ഏതാണ് ആ കലിമത്ത്? പ്രിയപ്പെട്ടവരെ, ആ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. അള്ളാഹു പറയുകയാണ്, കശജറത്തിൻ ത്വയ്യിബ, അതൊരു നല്ല വൃക്ഷം പോലെയാണ്. എന്താ നല്ല വൃക്ഷത്തിൻ്റെ പ്രത്യേകത? രണ്ട് കാര്യങ്ങളുണ്ടാകും. ഒന്ന്, അസ്ലുഹാ സാബിതുൻ, അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങി നിൽക്കുന്നു. ഒരു കൊടുങ്കാറ്റിനും അതിനെ തള്ളിയിടാൻ സാധ്യമല്ല, ഒരു കാറ്റിനും അതിനെ തകർക്കാൻ സാധ്യമല്ല. മറിച്ച് അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ട് നിൽക്കുകയാണ്, ആഴ്ന്നിറങ്ങി നിൽക്കുകയാണ്. ഒരു നല്ല മരം അങ്ങനെയാണ്. തീർന്നോ? ഇല്ല. വഫറുഹാ ഫിസ്സമാ, അതിൻ്റെ ശാഖകൾ ഉപരിലോകത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ വിശ്വാസം പരിശുദ്ധമായിരിക്കും, സംതൃപ്തമായ ജീവിതവുമായിരിക്കും, ആർക്കും നന്മ നൽകുന്ന സ്വാലിഹീങ്ങളായ ഒരു കുടുംബമായിരിക്കും. വ്യക്തിക്കും കുടുംബത്തിനും നാടിനും എല്ലാവർക്കും നന്മ നൽകുന്ന ഒരു നന്മ മരമായിരിക്കും അത്. ആ നന്മ മരമാണ്, ആ നന്മയുടെ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ തൗഹീദിനുള്ളത്. അതുകൊണ്ട് തന്നെ ലിബറലിസമാകട്ടെ, മറ്റേതൊരു നിരീശ്വര നിർമ്മതവാദ ആദർശം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനങ്ങളാകട്ടെ, ഏതെല്ലാം തോന്നിവാസങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും വിളിക്കുന്നവരാകട്ടെ,
കൊടുങ്കാറ്റിന് സമാനമായി അവർ വന്നാലും ഒരു യഥാർത്ഥ ഇസ്ലാമിക കുടുംബത്തെ തകർക്കാൻ അവർക്ക് സാധ്യമേ അല്ല. കാരണം അവരുടെ കൈകളിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. ഹൃദയങ്ങളിലേക്ക് അതിൻ്റെ വേരുകൾ ആണ്ടിറങ്ങിയിട്ടുണ്ട്. അതിനെ അങ്ങനെ തകർക്കാൻ കഴിയില്ല. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഈ കലിമത്തു തൗഹീദ് അത്ര വ്യക്തതയില്ലാത്തതാണെങ്കിൽ വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസത്തിൻ ജുതുസ്സത് മിൻ ഫൗഖിൽ അർദ് മാ ലഹാ മിൻ ഖറാർ. എന്നാൽ മോശമായൊരു മരം, തൗഹീദില്ലാത്ത മരം, അത് ഭൂമിയിലേക്ക് ആണ്ടിറങ്ങി നിൽക്കാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു കാറ്റടിച്ചാൽ മതി, അതിന് കരാറില്ല, മറഞ്ഞു വീഴും. മറഞ്ഞു വീഴാതിരിക്കാൻ, തകർന്നു പോവാതിരിക്കാൻ, തോറ്റുപോവാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ യാ ഖൗം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. സമൂഹമേ, സമുദായമേ, എൻ്റെ ഗോത്രങ്ങളെ, കുടുംബക്കാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, വിജയിക്കാം, എവിടെയും തോറ്റുപോവുകയില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞു യുസബ്ബിതുല്ലാഹ്, അള്ളാഹു പിടിച്ചു വെക്കും, അള്ളാഹു നിലനിർത്തും, റബ്ബിന്റെ സഹായം ഉണ്ടാകും. പക്ഷെ എന്ത് വേണം? ഖൗലു സാബിത്ത് വേണം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഖൗലു സാബിത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും വിശ്വാസികളെ പിടിച്ചു വെക്കുന്നതാണ്, അവർക്ക് നല്ല അവസ്ഥ നൽകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഇണകളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ തൗഹീദ് പഠിപ്പിക്കണം, കുഞ്ഞുനാളിലെ പഠിപ്പിക്കണം. അതിനുവേണ്ടി മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ക്രമീകരിക്കണം. എല്ലാ ദിവസവും മദ്രസയിൽ പോയി തൗഹീദ് പഠിക്കാൻ, ദീന് പഠിക്കാനുള്ള സംരംഭങ്ങൾ ഉണ്ടാകണം. അതിനെതിരിലുള്ള ചിന്താഗതികൾ വലിയ അപകടം പിടിച്ച ചിന്താഗതികളാണ്. ആ ചിന്താഗതികളെ നമ്മൾ കരുതിയിരിക്കണം. ദിവസവും അവർ ദീന് പഠിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, ചെറിയ കുട്ടിയായിരിക്കെ, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, എൻ്റെ പൊന്നുമോനെ, ചെറിയ കുട്ടി, ഞാൻ നിനക്ക് ചില കലിമാത്തുകൾ പഠിപ്പിച്ചു തരാം. ലോകം കണ്ട മഹാപണ്ഡിതനായി ആ ചെറിയ മകൻ പിന്നീട് വളർന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശ വിഷയത്തിലുള്ള നല്ല നല്ല കലിമാത്തുകൾ കേട്ട് പഠിച്ചിട്ടാണ്. ലോകം കണ്ട മഹാപണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിൻ്റെ തുടക്കം ഇതാണ്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, പൊന്നുമോനെ, ഞാൻ നിനക്ക് ചില കലിമാത്തുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാണെങ്കിൽ യഹ്ഫദുക്, അല്ലാഹു നിന്നെ സംരക്ഷിക്കും, ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇൻ യൻസുറുകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, അല്ലാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളുടെയും കുതന്ത്രം കൊണ്ട് സാധ്യമല്ല. എന്നാൽ വ ഇൻ യഖ്ദുലുകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി, അല്ലാഹു നിങ്ങളെ കൈയൊഴിഞ്ഞാൽ പിന്നെ വേറെ ആര് നിങ്ങളെ സഹായിക്കാനുണ്ട്? അല്ലാഹു അല്ലാതെ നിങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല. അല്ലാഹു സഹായിക്കണോ? അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കണം, അവന്റെ വിധിവിലക്കുകൾ പാലിക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ, ഒരു മകനാണെങ്കിൽ, ഒരു മകളാണെങ്കിൽ, ഒരു ഭർത്താവാണെങ്കിൽ, ഒരു ഭാര്യയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരാർ ഒരിക്കലും ലംഘിക്കുന്നതല്ല. അതുകൊണ്ട് കുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകുക, അതിനനുസരിച്ച് മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമ്മൾ ക്രമീകരിക്കുക. അവർക്ക് വ്യക്തമായ അഖീദ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല അധ്യാപകരെ നമ്മൾ നിയമിക്കുക. അവർക്ക് മാന്യമായ വേതനങ്ങൾ നൽകുക, അവർക്കാവശ്യമായ സൗകര്യങ്ങൾ നൽകുക. ജാമിഅൽ ഹിന്ദ് പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്. അഖീദയുടെ ഉസൂലുകൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന അധ്യാപകന്മാരും സംവിധാനങ്ങളുമുള്ള അതേപോലെയുള്ള കോളേജുകൾ. ആ കോളേജുകളിൽ നമ്മളുടെ മക്കളെ ചേർക്കുക. ഓരോ കുടുംബത്തിൽ നിന്നും ഒരു പണ്ഡിതനുണ്ടാകട്ടെ, നമുക്ക് ദീന് പറഞ്ഞു തരാൻ സാധിക്കുന്ന മക്കളുണ്ടാകട്ടെ. അങ്ങനെയുള്ള ഒരു കുടുംബമാണെങ്കിൽ ഒരു മഹത്തായ പ്രാർത്ഥനയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ സംഭവത്തിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മലക്കുകൾ ആ ഭീകരരംഗം കാണുമ്പോൾ റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. അത് ശ്രദ്ധേയമായ ദുആ ആണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഗാഫിറിലെ 8-9 ആയത്തുകളിൽ അല്ലാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകളുടെ ഒരു പ്രാർത്ഥന നമുക്ക് കേൾക്കാൻ സാധിക്കും. ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണോ എങ്കിൽ ഇതിൽ പറഞ്ഞതുപോലെ ഉണ്ടാവണം. എന്താണ് മലക്കുകളുടെ പ്രാർത്ഥന? ربنا وأدخلهم جنات
عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم. മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വഅദ്ഖിൽഹും, നീ അവരെ പ്രവേശിപ്പിക്കണമേ, ജന്നാതി അദ്നില്ലതി വഅദ്തഹും, സത്യവിശ്വാസികൾക്ക് അല്ലാഹുവേ നീ വാഗ്ദത്തം ചെയ്ത സ്വർണം കൊണ്ടും നൂലുകൊണ്ടും കെട്ടിയുണ്ടാക്കിയ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്തിൽ അല്ലാഹുവേ നീ അവരെ പ്രവേശിപ്പിക്കണമേ. അവരെ മാത്രമല്ല റബ്ബേ, വമൻ صلح من آبائهم وأزواجهم وذرياتهم, അവരുടെ മാതാപിതാക്കളെയും അവരുടെ ഇണകളെയും അവരുടെ മക്കളെയും, അതാണല്ലോ കുടുംബം. ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ ഇണയും എൻ്റെ മക്കളും, അതാണല്ലോ കുടുംബം. അങ്ങനെയുള്ള ഒരു കുടുംബം, സംതൃപ്തമായ ഒരു കുടുംബം ഭൂമിയിൽ അവർ അങ്ങനെയാണ് ജീവിച്ചതെങ്കിൽ അതുകൊണ്ടാണ് വമൻ സ്വലഹ, സ്വാലിഹീങ്ങളായ മക്കൾ, സ്വാലിഹീങ്ങളായ ഇണ, സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ. അങ്ങനെ ഉമ്മയും ഉപ്പയും ഇണയും മക്കളും എല്ലാവരും സ്വാലിഹീങ്ങളാണെങ്കിൽ അല്ലാഹുവേ അവരെ ഒരുമിച്ച് നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ നീ പ്രതാപിയാണ്, നീ അഗാധജ്ഞനാണ് റബ്ബേ. തീർന്നില്ല, വഖിഹിമുസ് സയ്യിആത്ത്, എല്ലാ ദോഷങ്ങളിൽ നിന്നും റബ്ബേ ആ കുടുംബത്തെ നീ സംരക്ഷിക്കണേ. വഖിഹിമുസ് സയ്യിആത്ത്, എല്ലാ തിന്മകളിൽ നിന്നും നീ അവരെ സംരക്ഷിക്കണമേ. വമാ തഖിസ് സയ്യിആതി യൗമൈദിൻ ഫഖദ് റഹിംത, അന്നേ ദിവസം എല്ലാ ശർറുകളിൽ നിന്നും, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിൻ്റെ കെടുതികളിൽ നിന്ന്, സിറാത്തിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹുവേ നീ ആരെയെങ്കിലും രക്ഷിച്ചാൽ ഫഖദ് റഹിംതഹു, നീ അവരോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു റബ്ബേ. വദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം. കുടുംബത്തിലെ എല്ലാവരും എൻ്റെത് ഡോക്ടർമാരാണ്, കുടുംബത്തിലെല്ലാവരും എൻ്റെത് എൻജിനീയർമാരാണ്. ഇന്ന മകൻ അവിടെയാണ് പഠിപ്പിക്കുന്നത്, ഇന്നവൾ ഇവിടെയാണ് പഠിപ്പിക്കുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് അവിടെയാണ് ജോലി, എൻ്റെ ഭർത്താവിന് ഇന്നതാണ് പണി. അതല്ല യഥാർത്ഥ വിജയം എന്ന് മനസ്സിലാക്കുക. മറിച്ച് സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചുകൊണ്ട് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റിയാൽ അതാണ് സംതൃപ്ത കുടുംബം, അതാണ് സന്തോഷ കുടുംബം. അങ്ങനെ ഒരു കുടുംബമായി തീരാൻ, ഇരുലോകത്തും വിജയിക്കുവാൻ, അതിനുവേണ്ടി സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കണേ എന്ന് ആഹ്വാനം ചെയ്യുവാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോൺഫറൻസുകളുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ സദസ്സിൽ നിന്ന് പിരിയേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ പ്രോഗ്രാമുകളും തത്തുല്യമായ പ്രോഗ്രാമുകളും സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ കുടുംബങ്ങളും, ആ കുടുംബങ്ങൾക്കെല്ലാം ഇതേപോലെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.